എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ LDCക്ക് വേണ്ടിയുള്ള ഡേ 2 മാത്സ് ആണ് നമ്മളിന്ന് പറയാൻ പോണത്. അതായത് വയസ്സ്, കലണ്ടർ, ക്ലോക്ക് ഇങ്ങനത്തെ സിലബസിലുള്ള ആ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പിതാവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. 20 വർഷം കഴിഞ്ഞാൽ പിതാവിന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 2 മടങ്ങാവും. മകന്റെ ഇപ്പോഴത്തെ വയസ്സ്. നമ്മൾ വിചാരിച്ചു മകന്റെ വയസ്സ്, മകൻ എന്ന് പറയണത് X ആണെന്ന് വിചാരിച്ച അച്ഛൻ എങ്ങനെയാവും? അച്ഛന്റെ വയസ്സ് എന്ന് പറയണത് 4x ആവും അല്ലെ? 4x ആവും. ഇനി 20 വർഷം കഴിഞ്ഞ മകന് അപ്പൊ എത്രയാവും? x + 20 ആവും അല്ലെ? അച്ഛന് എന്താവും? 4x + 20 ആവും. ഇനി എന്താ പറഞ്ഞേക്കണേ? 20 വർഷം കഴിഞ്ഞാൽ പിതാവിന്റെ വയസ്സ് അത് എത്രയാണ്? 4x + 20 എന്നുള്ളത് മകന്റെ 2 മടങ്ങാവും. അതായത് ഇതിന്റെ 2 മടങ്ങാവും ഇത് എന്ന് പറയണത്. ഇങ്ങനെയല്ലേ പറയണത്? അപ്പൊ 2 × x + 20 = 4x + 20. ഇതിന്ന് ഇനി x കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? 2x + 2 × 20 40 = 4x + 20. ഇനി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താണ്? 4x - 2x എന്താണ്? 2x = ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക 40 - 20 അത് എത്രയാണ്? 20. അപ്പൊ x എന്ന് പറയുന്നത് എന്ത് വരും? 20/2 അത് എത്രയാണ്? 10. അപ്പൊ ഇപ്പോഴത്തെ മകന്റെ വയസ്സ് എന്ന് പറയുന്നത് x ആണ്. x നമ്മൾ കണ്ടുപിടിച്ചു 10 ആണെന്ന്. അപ്പൊ ഏതാണ് ആൻസർ? A എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2024 ഡിസംബർ 31 ഏത് ദിവസമാണ്? എങ്ങനെയാണ് ചെയ്യാം? 2024 ജനുവരി 1 തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാവുമ്പോ എന്താണ് വരിക? ഈ 2024 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ? അതെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക, അല്ലാച്ചെങ്കിൽ 00 വരിക. അപ്പോഴാണ് ലീപ്പ് ഇയർ ആവുക അല്ലെ? അപ്പൊ ഇത് ലീപ്പ് ഇയർ ആണ് അല്ലെ? ലീപ്പ് ഇയർ ആവുമ്പോ ഒരു വർഷം കഴിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 366 ദിവസമാണ് കഴിയേണ്ടത് അല്ലെ? 366 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത വർഷത്തിലേക്ക് എത്തുക അല്ലെ? 366 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 52 ആഴ്ച കഴിഞ്ഞിട്ട് 2 ദിവസം കൂടിയും വരും. അപ്പൊ 2 ദിവസം കൂടിയും കഴിഞ്ഞാലാണ് പിന്നത്തെ ജനുവരി 1 വരിക അല്ലെ? അപ്പൊ ജനുവരി 1 അന്ന് അപ്പൊ എന്താവും? ചൊവ്വ കഴിഞ്ഞ് ബുധനാവും അല്ലെ? അപ്പൊ ഡിസംബർ 31 എന്താവും? ചൊവ്വയാവും. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ ഘടികാരത്തിലെ സൂചികൾ തമ്മിലുള്ള കോണളവ്. 3 മണി എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞിട്ടുള്ളതിലാവും അവർ ഹാൻഡ് അല്ലെ? 3-ലാവും. ഇനി മിനിറ്റ് ഹാൻഡ് എവിടെയാവും? എത്രയിലാവും? 3-ല് തന്നെയാവും അല്ലെ? അപ്പൊ 2ഉം 3-ലാണ് വെച്ചെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു മിനിറ്റിന്റെ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ മിനിറ്റിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഗ്രിയിൽ എടുക്കുക? 15/2. അതായത് അത്രയും ഡിഗ്രി ആവും. ഓരോ മിനിറ്റിനും നമ്മൾ ഡിഗ്രി കണക്കാക്കുമ്പോൾ അത് ÷ 2 ആണ് വരിക ഡിഗ്രി. അപ്പൊ 15/2 എത്രയാണ്? 7.5 ഡിഗ്രി എന്നുള്ളതാണ് വരിക. ഇനിയിപ്പോ 3 മണി കഴിഞ്ഞിട്ടല്ല 4 മണി കഴിഞ്ഞിട്ടാണ് വെച്ചെങ്കിൽ നമുക്ക് ഒരു ഇട വരും അല്ലെ? 4 മണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്ന് 4-ലും ഒന്ന് 3-ലും ആണ്. അപ്പൊ ഒരിട വരും. അതിന്ന് കുറച്ച് കുറയും. അങ്ങനെയാണ് നമ്മൾ ഇത് കണക്കാക്കുക. വേഗത്തിൽ കണക്കാക്കാനുള്ള വഴികള് ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം നോക്കി പഠിക്കുക കേട്ടോ. 120 മീറ്റർ നീളമുള്ള ട്രെയിൻ
മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. ഒരു തൂൺ കടക്കാൻ എത്ര സമയം? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? അതായത് ഇവിടെ ആൻസറിൽ തന്നിരിക്കുന്നത് സെക്കൻഡ് ആണ്. സെക്കൻഡ് ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കിലോമീറ്റർ ആണ് അല്ലെ? കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു വാക്യം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതാണ് അല്ലെ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം, ദൂരം ബൈ സമയമാണ് വേഗത. വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാവുമ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ, അതായത് സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗത. ഇനി ഇവിടെ ദൂരം എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പൊ 120 മീറ്റർ ഡിവൈഡഡ് ബൈ 60 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ പോകുന്നു അല്ലെ? 60 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നതിനെ നമ്മള് ഏതിലാക്കണം? മീറ്റർ പെർ സെക്കൻഡിലാക്കണം. എങ്ങനെയാണ്? 60 × 5/18. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇത് മീറ്റർ പെർ സെക്കൻഡിലും ഇത് മീറ്ററിലും ആയിണ്ട് വെച്ചെങ്കിൽ ഇനി നമുക്ക് കിട്ടണത് അപ്പൊ സെക്കൻഡിലാവും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആൻസർ വരിക? 120 × 18/60 × 5. ഇങ്ങനെയല്ലേ വരിക? 60 2 അല്ലേ 120? ഇവിടെ 18 2 36. 36/5 അല്ലെ? 7 5 35. 10 5 10. 7.2 സെക്കൻഡ്. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 വർഷം മുമ്പ് അമ്മയുടെ വയസ്സ് മകളുടെ 5 മടങ്ങായിരുന്നു. ഇപ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. മകളുടെ ഇപ്പോഴത്തെ വയസ്സ്. മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെന്ന് വിചാരിക്കാം. എക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയുടെ വയസ്സ് എന്താവും? 3x ആണ്. അമ്മയ്ക്ക് 3x ആവുമ്പോ മകൾക്ക് എത്രയാണ്? ഡോട്ടർ അല്ലെ? ഡോട്ടറിന് എക്സ് ആണ്. ഡോട്ടറിന് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോ അമ്മയ്ക്ക് 3x ആണ്. ഇനി 5 വർഷം മുമ്പാവുമ്പോഴോ എക്സ് 5 മൈനസ് ചെയ്താൽ മതിയില്ലേ ഡോട്ടറുടെ വയസ്സ് കിട്ടാൻ? ഇത് 3x 5 മൈനസ് ചെയ്താൽ മതിയില്ലേ? അപ്പൊ ഇപ്പൊ എന്താ പറയണ? 5 വർഷം മുമ്പ് അമ്മയുടെ വയസ്സ്, അതായത് 3x - 5 എന്ന് പറയുന്നത് മകളുടെ വയസ്സ് x - 5ന്റെ 5 മടങ്ങ്, അതായത് 5 × 5x - 5 ആണ് 3x - 5 എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാ കാണാം? 5x - 25 = 3x - 5. ഇനി x ഒക്കെ ഒരേപോലെ 5x - 3x എത്ര വരും? 2x = ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? -5 + 25 അല്ലെ? അപ്പൊ 20 എന്ന് കിട്ടിയില്ലേ? അപ്പൊ x എന്താവും? 20/2. അത് എത്രയാണ്? 10. അപ്പോ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എന്താവും? 10 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2025 ജനുവരി 26 ഞായറാഴ്ചയാണെങ്കിൽ 2025 ഫെബ്രുവരി 26 ഏത് ദിവസമാണ്? 26 ജനുവരി എന്ന് പറഞ്ഞ 26 ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. 26 കഴിഞ്ഞ ജനുവരിയിൽ പിന്നെ എത്ര ദിവസം ഉണ്ട്? 5 ദിവസം കൂടി ഉണ്ട് അല്ലെ? പിന്നെ ഫെബ്രുവരിയിൽ ഒരു 26 ദിവസം. അങ്ങനെ 31 ദിവസം കഴിഞ്ഞ ഏത് ദിവസമാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ 26 5 31 ആയില്ലേ? 31നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 4 7 28. പിന്നെ ഒരു 3 ദിവസം കൂടിയും വരും അല്ലെ? 4 ആഴ്ചയും വരും, പിന്നെ 3 ദിവസം. 4 ആഴ്ച എന്ന് പറഞ്ഞാൽ അതേ ഞായറാഴ്ച തന്നെ വരിക അല്ലെ? ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നത്തെ ഞായർ വരും, പിന്നത്തെ ആഴ്ച കഴിഞ്ഞാൽ പിന്നത്തെ ഞായർ വരും. അങ്ങനെ 4 ആഴ്ച കഴിയുമ്പോഴും ഞായർ തന്നെയാണ് വരിക. പിന്നെ 3 ദിവസം കൂടി. അപ്പൊ എന്താണ്? തിങ്കൾ ചൊവ്വ ബുധൻ. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 മണിക്ക് ഘടികാരത്തിന്റെ സൂചികൾ തമ്മിലുള്ള കോണ്. നമുക്കറിയാം 6 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ ഹാൻഡ് 6ലും മിനിറ്റ് ഹാൻഡ് ഏതിലാണ്? 12ലും ആണ് വരിക.
അപ്പൊ നേരെ നേരെയാണ് നിൽക്കുക അല്ലെ. അപ്പൊ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ് വരിക. അപ്പൊ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 300 മീറ്റർ പാലം 50 സെക്കൻഡിൽ കടക്കുന്നു. വേഗത എത്ര? എങ്ങനെയാണ് വേഗത കണ്ടുപിടിക്കുക? വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. ദൂരം ബൈ സമയം. ഇവിടെ ദൂരം എന്ന് പറയുന്നത് എന്താണ്? 200 മീറ്റർ നീളമുള്ള ട്രെയിനിന്റെ നീളവും പിന്നെന്താണ് പാലത്തിന്റെ നീളവും കണക്കാക്കണം. കാരണം എന്താണ്? പാലം കടന്നു കഴിയണം. അപ്പൊ എത്ര സെക്കൻഡ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ട്രെയിനിന്റെ നീളം കഴിയണം, പാലത്തിന്റെ നീളം കഴിയണം അല്ലെ. അപ്പൊ 200 + 300 അതായത് 500 മീറ്റർ സഞ്ചരിക്കണം. ഡിവൈഡഡ് ബൈ സമയം എത്രയാണ്? 50 സെക്കൻഡ് അല്ലെ. 50 സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കാൻ എന്ത് ചെയ്യണം? 10 × 18/5. അത് എത്രയാണ്? 2 × 18 അതായത് 36 കിലോമീറ്റർ പെർ മണിക്കൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4:20 ഘടികാരത്തിന്റെ സൂചികൾ തമ്മിലുള്ള കോൺ എങ്ങനെയാണെന്ന്. 4:20 എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ എന്താണ്? 1:04 അല്ലെ. അവർ ഹാൻഡ് 4 മിനിറ്റ് ഹാൻഡ് ഏതിലാവും? 4 തന്നെയാവും അല്ലെ. അപ്പൊ ഇതിന്റെ എന്ന് പറയണത് ഇല്ല, 4 തന്നെ രണ്ടും. അപ്പൊ ഇനി ആകെ നമുക്ക് മിനിറ്റിന്റെ മാത്രമേ നോക്കാള്ളൂ. മിനിറ്റിന് എത്ര ഡിഗ്രി വരും? 20/2 അതായത് 10 ഡിഗ്രി. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 150 മീറ്റർ നീളമുള്ള ട്രെയിൻ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. 10 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ അതേ ദിശയിൽ പോകുന്ന ആളെ കടക്കാൻ സമയം എത്ര? അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ആപേക്ഷിക വേഗത കണക്കാക്കണം. കാരണം എന്താണ്? ഒരെണ്ണം ട്രെയിൻ എങ്ങോട്ട് പോകുമ്പോ അതേ ദിശയിൽ തന്നെയാണ് പോണത്. അതെ, അതേ ദിശയിലുള്ള ആളെ കടക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആപേക്ഷിക വേഗതയിൽ എന്താ വരിക? 90 - 10 80 എന്നുള്ളതാണ് ആപേക്ഷിക വേഗത വരിക അല്ലെ. 80 എന്നാണ് വരിക. അപ്പൊ നമുക്ക് ഇനി എന്താണ്? ഇവിടെ എത്രയാണ്? 150 മീറ്റർ ആണ് അല്ലെ. ഇനി 80 എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ. ഇനി സെക്കൻഡിലാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പൊ എന്താണ്? 80 × 5/18 അല്ലെ. 18 5/18 എന്ന് വന്നു. അതെന്താണ് വരിക? 2 പോവും അല്ലെ. 9 × 2 18. ഇവിടെ 40 ആവും. 4 × 5 20. 200/9 എന്നാവും അല്ലെ. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇത് ആളെ കടക്കാനുള്ള സമയം വേണം അല്ലെ. സമയം കണ്ടുപിടിക്കാൻ എന്ത് വേണം? ദൂരം ബൈ വേഗതയാണ് അല്ലെ. ദൂരം ബൈ വേഗത. അപ്പൊ എന്താ വേണ്ടേ? 150 മീറ്റർ ഡിവൈഡഡ് ബൈ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? 200/9 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് സെക്കൻഡ് കിട്ടില്ലേ? കാരണം എന്താണ്? ഇത് ഈ 9 അങ്ങോട്ട് പോവും. അപ്പൊ എന്താണ്? 150 × 9/200 എന്ന് വരില്ലേ. അപ്പൊ നമുക്ക് 4 × 5 20. ഇവിടെ 3 × 5 15. 3 × 9 27. 27/4 എന്ന് പറയുന്നത് എത്രയാണ്? 6 × 4 24 അല്ലെ. 24 30 എന്താണ്? 7 × 4 28. 5 × 4 20. 6.75 സെക്കൻഡ്. ഏതാണ്? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2020 ജനുവരി 1 ബുധനാഴ്ചയായാൽ 2021 ജനുവരി 1 ഏത് ദിവസം? ഞാൻ പറഞ്ഞു 20 എന്നുള്ളത് എന്താണ്? ലീപ്പ് ഇയർ ആണ്. അപ്പൊ 366 ദിവസം കഴിഞ്ഞാലാണ് പിന്നത്തെ ജനുവരി 1 വരിക. അപ്പൊ 366 ദിവസം കഴിയണച്ചെങ്കിൽ 52 ആഴ്ചയും 1 ദിവസവും വേണം അല്ലെ. 52 × 7 എത്രയാണ്? 7 14. ബാക്കി 1 7 35 1 36 364. പിന്നെ 2 ദിവസം കൂടിയും വേണം. പക്ഷെ നമുക്ക് അപ്പൊ എന്താണ്?
ജനുവരി 1 ബുധനാഴ്ചയാണെങ്കിൽ ലീപ്പ് ഇയർ അല്ലാച്ചെങ്കിൽ നമുക്ക് പിന്നത്തെ ജനുവരി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയായി തന്നെ. അപ്പൊ ഇനി നമുക്ക് ഇത് ലീപ്പ് ഇയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? വെള്ളിയാഴ്ച എന്നാണ് വരിക. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 മണിക്ക് ശേഷം ആദ്യമായി സൂചികൾ ഒന്നാകുന്നത് എപ്പോൾ? 12 മണിക്ക് ശേഷമാണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാ ആൻസർ പറയാൻ സാധിക്കുക? ഓക്കെ, 12 മണിക്ക് ശേഷം എന്ന് പറയുമ്പോ പിന്നെ 1 മണിക്ക് ശേഷമാണ് പിന്നെ സൂചികൾ ഒന്നാവുക അല്ലെ? 1 മണിക്ക് ശേഷമാണ്. അപ്പൊ മണിക്കൂർ സൂചി 1 മിനിറ്റില് എത്രയാണ് നീങ്ങുക? 0.5 ഡിഗ്രി ആണ് നീങ്ങുക അല്ലെ? മിനിറ്റ് സൂചി ആവുമ്പോഴോ 1 മിനിറ്റില് 6 ഡിഗ്രി ആണ് നീങ്ങുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? ആ, 12, 5, 5/11 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതായത് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 5.5 ആണ് നമ്മൾ ചെയ്യണത്. എന്തുകൊണ്ടാണ് 5.5 എന്ന് പറയുന്നത്? അതായത് 11/2 എന്നുള്ളത്. അതായത് ഓരോ മണിക്കൂറിലും മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയേക്കോ ഓരോ മിനിറ്റിലും അപ്പൊ എത്രയാവാം? അതായത് ഇവിടെ 0.5ഉം ഇവിടെ 6 ഡിഗ്രിയാണ്. അപ്പൊ ഓരോ മണിക്കൂറിലും എത്രയാണ് വ്യത്യാസം വരുന്നത്? 5.5 ഡിഗ്രിയാണ് വ്യത്യാസം വരുന്നത് അല്ലെ? 5.5 ഡിഗ്രി, അതായത് 11/2 ഡിഗ്രി അല്ലെ? 11/2 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എത്ര വേണമെന്ന് ചോദിക്കാൻ വേണ്ടി, അതായത് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 11/2 ചെയ്താ പോരെ? അപ്പൊ നമുക്ക് എന്ത് വരും? 360 ഡിവൈഡഡ് ബൈ 11/2, അതായത് 360 ഇൻറ്റു 2/11. ഇതെങ്ങനെയാണ് ചെയ്യാ? ഇവിടെ എന്ത് വരും? 36 2 72 അല്ലെ? 720/11. അപ്പോൾ 11 6 66 അല്ലെ? പിന്നെ 60 വരുമ്പോ 11 5 55. പിന്നെ 50 വരുമ്പോ 11 4 44. പിന്നെ 60 വരുമ്പോ ഓക്കെ. അപ്പൊ ഇവിടെ ശിഷ്ടം എന്താണ്? 5 ആണ് അല്ലെ? അപ്പൊ 65 ആൻഡ് 5/11 എന്നല്ലേ വരിക? 65 മിനിറ്റും 5/11 സെക്കൻഡും അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് പറയേണ്ടത്? 65 മിനിറ്റ് കഴിയാന്ന് പറഞ്ഞാൽ 12 കഴിഞ്ഞ് എന്താണ് 65 12 മണി കഴിഞ്ഞിട്ട് 65 മിനിറ്റും 5/11 കഴിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 12 5 പിന്നെ 5/11 എന്ന് വരില്ലേ? കുറെ 65 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞു അല്ലെ? അപ്പൊ 12 കഴിഞ്ഞ് 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിയായി, പിന്നെ ഒരു 5 മിനിറ്റും ആയി. അപ്പൊ 1 5 ആയി. 1 5ഉം പിന്നെ 5/11ഉം. ഇങ്ങനെയാണ് ആൻസർ വരണ്ടേ കേട്ടോ. അപ്പൊ ഇതിൽ എഴുതിക്കുന്ന ആൻസർ ഇത്തിരി വ്യത്യാസമുള്ളതാണ്. അപ്പൊ നിങ്ങള് ഇതിന്റെ ആൻസർ 1 5 5/11 ആക്കണം കേട്ടോ. മിസ്റ്റേക്ക് പറ്റിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 250 മീറ്റർ നീളമുള്ള ട്രെയിൻ 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ പോകുന്നു. 150 മീറ്റർ നീളമുള്ള ട്രെയിൻ 54 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ എതിർദിശയിൽ വരുന്നു. കടന്നു പോകാൻ സമയം എത്ര സമയമാണ് എടുക്കുക? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 250 മീറ്റർ നീളമുള്ള ട്രെയിൻ അല്ലെ? ട്രെയിനിന്റെ നീളം പറഞ്ഞിട്ട് 250 ആണെന്ന്. 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ പോകുന്നു.
ഓക്കെ. നെക്സ്റ്റ് എന്താ പറയണേ? 150 മീറ്റർ നീളമുള്ള ട്രെയിൻ 54 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ എതിർദിശയാണ്. അപ്പൊ നമുക്ക് ആപേക്ഷിക വേഗത എങ്ങനെ കിട്ടും? ഇത് രണ്ടും കൂടി കൂട്ടണം അല്ലെ? 72ഉം 54ഉം കൂടി കൂട്ടിയാൽ എത്ര വരും? 126 എന്ന് വരും. അപ്പൊ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് 126 കിലോമീറ്റർ പെർ അവർ ആവും അല്ലെ? അപ്പൊ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്താ ചെയ്യാ? 126 ഇൻറ്റു 5/18 അല്ലെ? 18 ഇവിടെ എന്ത് പോവും? 18 7 അല്ലെ? 8 7 56 5 1 7 7 5 12 അല്ലെ? 5. അപ്പൊ ഇവിടെ 5 ഏത് വന്നു? സോറി 7. 18 7 വരിക കേട്ടോ. 7 5 35. അപ്പൊ 35 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആപേക്ഷിക വേഗത എന്ന് പറയുന്നത്. അപ്പൊ സമയം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ ദൂരം എത്രയൊക്കെയാണ്? 250ഉം 150ഉം അല്ലെ? 250 50 300 400. 400/35 ചെയ്താ പോരെ? 400/35 ചെയ്യാ. അപ്പൊ എന്താണ്? 7 5 35. ഇവിടെ എന്താണ്? 8 5 40 0 അല്ലെ? 80/7. 80/7 എന്ന് പറഞ്ഞാൽ 1. പിന്നെ 10ല് 1 7 7 അല്ലെ? 11 പോയിന്റ് എന്നുള്ള ഒരു ആൻസറേ ഉള്ളൂ. അപ്പൊ പിന്നെ അവിടുന്ന് തന്നെ നമുക്ക് 11.43 എന്ന് എഴുതാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോറി 3 വർഷം മുമ്പ് അച്ഛന്റെയും മകന്റെയും വയസ്സിന്റെ അനുപാതം 5:2 ആയിരുന്നു. 3 വർഷം കഴിഞ്ഞാൽ അത് 8:5 ആകും. ഇപ്പോഴത്തെ അനുപാതം എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? അതായത് 3 വർഷം മുമ്പ് അച്ഛന്റെയും മകന്റെയും വയസ്സ്, അച്ഛന്റെ വയസ്സ് അപ്പൊ എന്താണ്? x-3 എന്ന് വിചാരിക്കാം. ഡിവൈഡഡ് ബൈ y-3 എന്ന് പറയണത് എന്താവും? 5:2 ആണ്. അപ്പൊ 5/2 ആണ് എന്ന് പറഞ്ഞില്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കണേ? 3 വർഷം കഴിഞ്ഞാല് അപ്പൊ x+3 ബൈ y+3 അതെത്രയാവും എന്നാ പറഞ്ഞിരിക്കണേ? 8/5 ആവും എന്നല്ല പറഞ്ഞിരിക്കണേ. 8/5. അപ്പൊ ഇതിന്ന് നമുക്ക് ഇനി എക്സും വൈയും കണ്ടെത്തണം. എക്സ് ഇത് 5/2 ആവണം, ഇത് 8/5 ആവണം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ്? 2 ഇൻറ്റു x-3 എന്ന് പറഞ്ഞാൽ 2x - 6 ഈക്വൽ ടു 5y - 15 എന്ന് വന്നില്ലേ? അപ്പൊ 2x - 5y ഈക്വൽ ടു എന്ത് വന്നു? ഇവിടെ മൈനസ് ആണ് വരിക. അപ്പൊ മൈനസ് എത്ര വരും? 9 6 അല്ലേ 15. അപ്പൊ ഇത് ഒരു ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വരും? 5 ഇൻറ്റു x+3 ഈക്വൽ ടു 8 ഇൻറ്റു y+3 അല്ലേ? അപ്പൊ 5x മൈനസ് 8y 5x മൈനസ് 8y ഈക്വൽ ടു 15. ഇവിടെ 24. 24 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എന്താവും? 15ഉം 8ഉം അല്ലേ? 15ഉം 5ഉം 20. സോറി 15 9ഉം 24 അല്ലേ? അപ്പൊ 9. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനായി. അപ്പൊ ഇതില് ഇനി നമുക്ക് എക്സിനും വൈനും നമ്മൾ കൊടുത്താൽ മതി, വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അല്ല എങ്കിൽ നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പൊ എക്സും വൈയും കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇതിനെ ഏതിനെങ്കിലും ഒരേപോലെ ആക്കണം അല്ലെ? ഇതിന് ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ 10x മൈനസ് 25y ഈക്വൽ ടു മൈനസ് 45 ആയി അല്ലെ? ഇവിടെ 2 ചെയ്യണം. അപ്പൊ 10x മൈനസ് 16y ഈക്വൽ ടു എന്തായി? 18 എന്നായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഇതിന്ന് ഇത് മൈനസ് ചെയ്യാണ് നല്ലത്. അപ്പോ എന്താണ്?
-16 -25 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. 9y = 18 -45 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയല്ലേ വേണ്ടത്. അപ്പൊ എന്താണ്? 8 5 13 1 6 63. y എന്ന് പറയുന്നത് അപ്പൊ എന്താവും? 63/9 7 ആവും. y എന്ന് പറയണത് 9 7 63. y = 7 ആവുമ്പോ നമുക്ക് ഇനി x എങ്ങനെ കണ്ടുപിടിക്കാം? x = ഇതിൽ കൊടുത്താൽ മതി അല്ലെ, ആദ്യത്തെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും 2x മൈനസ് 5y അല്ലേ. അപ്പൊ 5 × 7 = -9 അല്ലെ. അപ്പൊ 2x = -9 + 35 അല്ലെ. അപ്പൊ എന്താണ്? 26. അപ്പൊ x എന്ത് വരും? x എന്ത് വരും? 18 ആണ് വരിക. സോറി, 18 അല്ല, 13. x = 26/2 13. അപ്പൊ 13:7 എന്നുള്ളതാണ് വരിക. ഇതിൽ ആൻസർ ഇല്ല. അപ്പൊ നമ്മള് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. 13:7 ആണ് ആൻസർ വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8 മണിക്ക് സൂചികൾ തമ്മിലുള്ള കോൺ എന്തെന്ന്? 8 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8ലും പിന്നെ എത്രയിലും ആവും? 12ലും ആവും അല്ലെ. അപ്പൊ എത്രയാണ് എട എന്ന് പറയണത്? 4 ഇടകളുണ്ട് അല്ലെ. 8 തൊട്ട് 12 വരെ ആവാൻ 8 നിന്ന് 9, 9 നിന്ന് 10, 10 നിന്ന് 11, 11 നിന്ന് 12, 4 ഇടകളുണ്ട്. ഓരോ ഇടയ്ക്കും 30 ഡിഗ്രി ആണ്. അപ്പൊ 4 3 12 120 ഡിഗ്രി ആയി. 120 ഡിഗ്രി. അപ്പൊ ഏതാണ് ആൻസർ വരിക നോക്കൂ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. കാരണം എന്താണ്? 12 മണി ആണ്, 12ലാണ് മിനിറ്റ് സൂചി. മിനിറ്റ് സൂചിക്ക് പിന്നെ വേരിയേഷൻ വരുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് 8 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോണളവ് മാത്രമേ വേണ്ടൂ. അപ്പൊ 4 ഇടയാണ് വരിക. അപ്പൊ 120 ഡിഗ്രി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.